HSM മാത്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 2 ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മെട്രിക്സിലെ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കർണരേഖ മെട്രിക്സിന്റെ പ്രതിലോമം എന്താണ്? ഇവിടെ പ്രതിലോമം എന്ന് വെച്ചത് ഇൻവേഴ്സ് ആണ് കേട്ടോ. ഒരു ഡയഗണൽ മെട്രിക്സ്. അപ്പൊ നമുക്ക് ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് അറിയാലോ. ഡയഗണൽ മെട്രിക്സിലെ ഡയഗണൽ എൻട്രീസ് മാത്രമേ ഉണ്ടാവൂ. അതായത് ഇങ്ങനെ 0 0 A 2 2 0 etc 0 0 A 3 3 etc ഇങ്ങനെ പോകുന്നതാണ് ഡയഗണൽ മെട്രിക്സ്. അപ്പൊ ഈ കർണരേഖ മെട്രിക്സിന്റെ പ്രതിലോമം, അതായത് അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് വരും? അതിന്റെ ഒരു ഡയഗണൽ മെട്രിക്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ഡയഗണൽ എൻട്രീസിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ കിട്ടാൻ മതി. ഇത് എന്ത് തന്നെയാണ് ഒന്ന് നോക്കിയാൽ തന്നെ അറിയൂടെ. ഇത് അഗെയിൻ എന്ത് തന്നെയായിരിക്കും? അഗെയിൻ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. സോ ആൻസർ ഡയഗണൽ മെട്രിക്സ്. എ ഒരു സിമെട്രിക് മെട്രിക്സ് ആയാൽ ഏതൊരു n എടുത്താലും a⁻n എന്നത് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഇപ്പൊ സിമെട്രിക് മെട്രിക്സ് പ്രത്യേകത എന്താണ്? അതിന്റെ ഒരു ഇക്വേഷൻ a'=a. അപ്പൊ അതിന്റെ a⁻n എന്നത് എന്താണ് ചോദ്യം. അപ്പൊ a⁻n ന്റെ ഡാഷ് എടുത്ത് നോക്കിയാൽ എന്ത് വരും? n times dash, അതായത് a'0 etc a dash. That means a'0 and a' എന്ന് വെച്ചാൽ എന്താ? a എന്നല്ലേ. അപ്പൊ a'(n) അപ്പൊ നമുക്ക് എന്താണ് എഴുതിയത്? സിമെട്രിക് ആണ് അല്ലെ. a'(n) ഡാഷ് കിട്ടിയാൽ അത് സിമെട്രിക് ആണ്. അടുത്ത ചോദ്യം, a' എന്നത് a എന്നത് സ്ക്വയർ മെട്രിക്സ് ആയാൽ a ഇൻവേഴ്സ് നിലനിൽക്കാനുള്ള നിബന്ധന ചോദിച്ചിട്ടുള്ളത്. a ഇൻവേഴ്സിന്റെ ഇക്വേഷൻ അറിയോ? എന്താ a ഇൻവേഴ്സിന്റെ ഇക്വേഷൻ? adjoint a divided by determinant a അല്ലേ. ഡിറ്റർമിനന്റ് a അല്ലേ. അപ്പൊ ഇത് a ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യാൻ മീൻസ് അതിന്റെ ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. അതായത് ഇത് എന്തായിരിക്കണം? ഇത് not equal to 0 എന്ന കണ്ടീഷൻ എന്താ? ഓപ്ഷൻ സി. ഓക്കെ. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ഏതാണ് ശരി? A ട്രാൻസ്പോസ് റൈസ് ടു ഇൻവേഴ്സ് ഈക്വൽ ടു A ട്രാൻസ്പോസ് ഇൻവേഴ്സ് ഈക്വൽ ടു A ട്രാൻസ്പോസ്. അപ്പൊ ഇവിടെ ഒക്കെ A ട്രാൻസ്പോസിന്റെ ഇൻവേഴ്സ് എന്താണെന്നാണ് ചോദ്യം അല്ലെ. A ട്രാൻസ്പോസിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് A ഇൻവേഴ്സ് ഓൾ ട്രാൻസ്പോസ് ആണ് കേട്ടോ. ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓക്കെ. ഇനി കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാന്ന് വെച്ചാല് കുറച്ചധികം ഇക്വേഷൻസ് നമുക്ക് പഠിച്ചു നോക്കുക. ഇതൊക്കെയാണ് അതിന്റെ ഒരു റിസൾട്ട്. A ട്രാൻസ്പോസിന്റെ ട്രാൻസ്പോസ് എടുത്താൽ A ആയിരിക്കും. A+B ട്രാൻസ്പോസ് എന്ന് പറയുന്നത് A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ്. CA ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ CA ട്രാൻസ്പോസ്. AB ട്രാൻസ്പോസ് എന്ന് പറയുന്നത് B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ്. അതുപോലെ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. ഡിറ്റർമിനന്റ് ഓഫ് A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് A ആണ്. എബിയുടെ ഡിറ്റർമിനന്റ് എടുത്താണെങ്കിൽ ഓരോന്നിനെ ഡിറ്റർമിനന്റ് ഓഫ് A ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/determinant of A. പിന്നെ ട്രേസിന്റെ കാര്യങ്ങൾ അറിയാം അല്ലെ. ട്രേസ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസ് അതിന്റെ സമം. അപ്പൊ ട്രേസ് ഓഫ് A + B കാണാൻ ട്രേസ് ഓഫ് A + ട്രേസ് ഓഫ് B നോക്കിയാൽ മതി. ട്രേസ് ഓഫ് C എന്ന് പറയുന്നത് C ന്റെ ട്രേസ് ഓഫ് A. ട്രേസ് ഓഫ് A ഈക്വൽ ടു ട്രേസ് ഓഫ് A ട്രാൻസ്പോസ്. പലപ്പോഴും നോക്കിയെടുക്കാം. പിന്നെ A ഇൻവേഴ്സിന്റെ കാര്യങ്ങളുണ്ട്. A ഇൻവേഴ്സിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് A, B ഇൻവേഴ്സ് എന്ന് പറയുന്നത് B ഇൻവേഴ്സ് A ഇൻവേഴ്സ്. പിന്നെ നമ്മുടെ ഈ ഒരു റിസൾട്ട് A ട്രാൻസ്പോസിന്റെ ഇൻവേഴ്സ് ഈക്വൽ ടു A ഇൻവേഴ്സ് ട്രാൻസ്പോസ്. ഇത്തരം റിസൾട്ടുകളൊക്കെ ഇട്ട് അതൊക്കെ വെച്ചേക്കാം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്ന മെട്രിക്സിലെ ഐഗൺ വിലകളുടെ തുക എന്ത്? അപ്പൊ എങ്ങനെയാ ഐഗൺ വാല്യൂസ് കാണാം. അപ്പൊ ഈ ഐഗൺ വാല്യൂസ് ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് അതിന്റെ സം എന്ന് പറയുന്നത് സം ഓഫ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത് ട്രേസ് ഓഫ് A ആണ് കേട്ടോ. ട്രേസ് ഓഫ് A. ഈ ട്രേസ് ഓഫ് A എന്ന് പറയുന്നത് എന്താണ്? ഡയഗണൽ എൻട്രീസ് ആണ് കേട്ടോ. ഡയഗണൽ എൻട്രീസ്.
അതിന്റെ സമം. അപ്പോ ഇവിടെ ഡയഗണൽ എൻട്രീസ് എന്താണ് 2 + 3 + 4 + 1 ഇതിന്റെ വാല്യൂസ് കണ്ടാൽ മതി. അപ്പൊ 5 + 4 + 1 എന്ന് പറയുന്നത് കിട്ടും ഇറ്റ്സ് 10. നമുക്ക് ഓപ്ഷൻ എ ആണ് കിട്ടുന്നത്. എ എന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, കൂടാതെ a² = a എങ്കിൽ ഡിറ്റർമിനന്റ് എ കാണാനാണ് ചോദ്യം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഒരു കാര്യത്തിൽ തുടങ്ങാം. a² = a, അതായത് a² ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എയുടെ ഡിറ്റർമിനന്റ് ഈക്വൽ. അതായത് ഇതിന് ഞാൻ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാണ്. അപ്പം പ്ലസ് ഈ a ഇപ്പുറത്തേക്ക് വരുമ്പോൾ -a ആക്കും. ദാറ്റ്സ് ഈക്വൽ ടു 0. ഇനി അതിൽ നിന്ന് എന്ത് എഴുതാം? a രണ്ടിലും a കോമൺ ഉണ്ട്, അതിൽ ഞാൻ പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിറ്റർമിനന്റ് a -1 ദാറ്റ്സ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് എന്ത് കിട്ടും? a എന്ന് പറയുന്നത് 0 ഓർ mod a, ഡിറ്റർമിനന്റ് a -1 എന്ന് പറയുന്നത് 0, ഡിറ്റർമിനന്റ് a എന്ന് പറയുന്നത് 1. അപ്പൊ 0 or 1, അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ.